ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വേദഭാഗം 27 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ആ അച്ഛന് 4 മക്കളായിരുന്നു. ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് അയാൾക്ക് നല്ല തിട്ടമായിരുന്നു. അനുഭവങ്ങൾ തന്നെയാണ് മികച്ച ജീവിത പാഠങ്ങൾ എന്ന് വിശ്വസിച്ച ആ മനുഷ്യന് മറ്റൊന്നുകൂടി ബോധ്യമുണ്ടായിരുന്നു. ഒരേ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനത്തിലോ നിഗമനത്തിലോ എത്തുന്നത് ബുദ്ധിയല്ല. എന്നാലും ജീവിത സർവകലാശാലയിലെ പാഠങ്ങൾ തന്നെയാണ് ഉത്തമം എന്നറിയാവുന്നത് കൊണ്ട് മക്കളെ ദൂരദിക്കിലുള്ള ഒരു പീർമരം കണ്ടുവരാൻ പറഞ്ഞയച്ചു. ഓരോരുത്തരും ഓരോ ഋതുവിലാണ് മരം കാണാൻ പോയത്. മൂത്ത മകൻ ശൈത്യകാലത്ത് പോയി വന്നു. രണ്ടാമൻ ചെന്നപ്പോൾ വസന്തമായിരുന്നു. അടുത്തയാളുടെ ഊഴമായപ്പോൾ വേനലായി. അവസാനത്തെയാൾ ഇല പൊഴിയുന്ന കാലത്താണ് ചെന്നത്. എല്ലാവരും പീർമരം കണ്ടു വന്ന ശേഷം അച്ഛൻ മക്കളെ അടുത്ത് വിളിച്ച് അവർ കണ്ട മരത്തെപ്പറ്റി പറയാൻ ആവശ്യപ്പെട്ടു. ശൈത്യകാലത്ത് പോയി വന്നയാൾ പറഞ്ഞു, മരം വളഞ്ഞും പിരിഞ്ഞും വികൃതമായിരിക്കുന്നു, ഒറ്റ തവണയെ നോക്കാൻ തോന്നിയുള്ളൂ. വസന്തത്തിൽ മരം കണ്ട മകൻ പറഞ്ഞു, അച്ഛാ, ഇലകളും പ്രതീക്ഷയുടെ മൊട്ടുകളുമായിരുന്നു മുഴുവൻ. മൂന്നാമൻ പറഞ്ഞു, ഇവരൊന്നും പറയുന്നത് പോലെയല്ല ആ മരം. പൂ നിറഞ്ഞ് സുഗന്ധം പൊഴിച്ച് നിൽക്കുന്ന ആ മരത്തിനോളം ഭംഗിയുള്ള ഒരു ദൃശ്യം ഞാൻ കണ്ടിട്ടേയില്ല. എന്താണ് അതിൻ്റെ ഒരു നില? ഇല പൊഴിയും കാലത്ത് പോയി വന്നയാൾ കണ്ടത് നിറയെ ഫലങ്ങളുള്ള പീർമരത്തെയാണ്. ആ കനികളുടെ സ്വാദിനെപ്പറ്റി എത്ര പറഞ്ഞിട്ടും അയാൾക്ക് മതിയായില്ല. എല്ലാ വിവരണവും കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞത് 100% ശരിയാണ്. നിങ്ങൾ ഓരോരുത്തരും കണ്ട ഋതുവിൽ ആ പീർമരം ഓരോ പോലെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു കാലത്ത് കണ്ടത് വെച്ച് ആ മരത്തെ വിലയിരുത്തിയതാണ് ശരിയാവാഞ്ഞത്. മക്കളെ, മനുഷ്യരുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സത്യം. പല സാഹചര്യങ്ങളിലും അവർ പലതാണ്. ഇതിൻ്റെ എല്ലാം ആകെത്തുകയാണ് നമ്മൾ ഓരോരുത്തരും. ശൈത്യം കണ്ട് മടിച്ചു നിന്നാൽ വസന്തത്തിൻ്റെ പ്രതീക്ഷയും വേനലിൻ്റെ സൗന്ദര്യവും തുടർന്നു വരുന്ന ഫലസമൃദ്ധിയും നമ്മൾ അനുഭവിക്കാതെ പോകും. ഏതെങ്കിലും ഒരു ജീവിതാവസ്ഥയുടെ വേദന മറ്റു സന്ദർഭങ്ങളുടെ സന്തോഷത്തെ കെടുത്താതിരിക്കാൻ എല്ലായ്പ്പോഴും നാം ശ്രദ്ധിക്കണം. കഷ്ടത മാത്രമായിട്ടൊരു ജീവിതമില്ല. ഇരുളും വഴുക്കലും നിറഞ്ഞ കാലമാണ് അതെങ്കിൽ പ്രകാശമാനവും പ്രസാദാത്മകവുമായ ഒരു നാളെ ഉദിക്കും എന്നത് നിശ്ചയമായ കാര്യമാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമഘട്ടങ്ങളിലും ആപൽക്കരമായ സാഹചര്യങ്ങളിലും ഒരിക്കലും നാം വിചാരപ്പെടരുത്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലും നമ്മുടെ അരികത്തും നമുക്ക് ചുറ്റും നമ്മോടൊപ്പവുമുണ്ട്. നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അധികാരമുള്ളവനാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മുടെ സകല ചിന്താകുലവും ദൈവത്തിൻ്റെ മേലിട്ട് അവനിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇന്നലകളിലെ പരാജയങ്ങളും വേദനകളും മനസ്സിൽ പേറിക്കൊണ്ട് പ്രത്യേകിച്ചും 10ാമത്തെ മാസത്തിൻ്റെ 2ാമത്തെ ദിവസത്തിൽ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കുവാനായി നാം ഒരുങ്ങിയിരിക്കുമ്പോൾ ഇപ്രകാരമുള്ളൊരു മാനസിക അവസ്ഥയിലാണ് നാം ഈ ദിവസത്തെ വരവേൽക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു ആനന്ദവും അർത്ഥവും ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ നല്ല മനസ്സുമായി ശുഭചിന്തകളുമായി ഈ പുതിയ പ്രഭാതത്തെ നമുക്ക് വരവേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന നല്ല വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. 2024 9 മാസക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി. കർത്താവെ, പുതിയ മാസത്തിൻ്റെ 2ാമത്തെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ അതിനെ വിലയിരുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്നതും ഞങ്ങളുടെ മനസ്സിനെ നിരാശപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ ഞങ്ങൾ കാണുമ്പോൾ ദൈവമേ, എന്തുകൊണ്ട് ഈ ജീവിതം ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന ചിന്ത പലപ്പോഴും ഞങ്ങളെ അലട്ടുന്നുണ്ട്. പ്രിയ കർത്താവേ, പ്രത്യാശയുള്ള ചിന്തകൾ ഞങ്ങളുടെ മനസ്സിലേക്ക് അവിടുന്ന് നൽകണമേ. ധൈര്യത്തോടുകൂടെ കർത്താവെ, ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.